നവീൻ ബാബു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ CBI അന്വേഷണത്തിന് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കോടതിക്കുമാണ് ഉത്തരവിലൂടെ ഒരു കേസ് CBI അന്വേഷണത്തിന് വിടാനുള്ള അധികാരമുള്ളത്. നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു. കോടതി പോലീസ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങളെല്ലാം പരിശോധിക്കുകയും അതിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്യുകയും CBI അന്വേഷണമെന്ന ആവശ്യം തിരസ്കരിക്കുകയുമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് സർക്കാരിന്റെ ഈ തീരുമാനം വന്നിട്ടുള്ളത്. ഏത് ഏജൻസി അന്വേഷിച്ചാലും അന്വേഷണം നീതിപൂർവമായിരിക്കണം. എല്ലാറ്റിനും അവസാന വാക്കല്ല CBI. നേരത്തെ കോടതി തന്നെ നിരവധി തവണ കൂട്ടിലിട്ട തത്തയെപ്പോലെയാണ് CBI എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സമീപകാലത്താണെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടാനായി BJP CBI അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കണ്ടുവരികയാണ്. അതാണ് യഥാർത്ഥത്തിൽ കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കാനിടയായത്. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കള്ളക്കേസിൽ കുടുക്കി മണിക്കൂറുകൾ ചോദ്യം ചെയ്യാനിടയായത്. ഏറ്റവും ഒടുവിൽ പിണറായി വിജയനെ വേട്ടയാടാൻ വേണ്ടി ED രംഗത്തിറങ്ങിയത്. ഇതെല്ലാം നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. ഏത് ഏജൻസി അന്വേഷിച്ചാലും അന്വേഷണം നീതിപൂർവമായിരിക്കണം. CBI ആയാലും ED ആയാലും മറ്റ് അന്വേഷണ ഏജൻസികളായാലും അന്വേഷണം നീതിപൂർവമായിരിക്കണം. രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി മാറാൻ പാടില്ല. നമ്മുടെ അനുഭവം രാഷ്ട്രീയ വേട്ടയ്ക്കായി കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ്. അന്വേഷണത്തെ പോലീസ് മാത്രമല്ല കോടതിയും പരിശോധിക്കുകയുണ്ടായി. കോടതി പോലീസ് അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് CBI അന്വേഷണം എന്ന ആവശ്യം നിരാകരിച്ചത്. ഒരു കേസിന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കോടതിയാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് CBIക്ക് ഒരു കേസ് റെഫർ ചെയ്യാനുള്ള അവകാശമുള്ളത്. അതിൽ കോടതി നേരത്തെ ഇക്കാര്യം പരിശോധിച്ചതാണ്. ഇനി സർക്കാർ ഉത്തരവ് വഴി CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം സർക്കാർ പരിഗണിച്ചാൽ CBI നീതിപൂർവമായ അന്വേഷണമായിരിക്കണം നടത്തുക. ഇതിനെ വേട്ടയാടാനാണല്ലോ EDയെ അന്വേഷണം ഏൽപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ പോയത്. ആ വേട്ടയാടൽ അവർക്ക് തന്നെ വിനയായില്ലേ?